ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണയായി ബാറ്ററികൾ ഉപയോഗിക്കുന്ന എല്ലാ വണ്ടികളെയും നമ്മൾ ഇലക്ട്രിക് വണ്ടികൾ എന്നാണ് വിളിക്കാറുള്ളത്. എന്നാലും ഇവയെ വ്യത്യസ്ത രീതിയിൽ തരംതിരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിളുകളുടെ വിവിധ തരങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. ഹൈബ്രിഡ് വണ്ടികളുടെ സാധാരണയായി കാണുന്ന ഒരു ലേഔട്ടാണ് ഇവിടെ കാണുന്നത്. ഇതിൽ മെയിനായിട്ട് നമ്മുടെ വണ്ടിയെ പവർ ചെയ്യുന്നത് ഐസി എൻജിൻ തന്നെയാണ്. നോർമൽ കണ്ടീഷൻസിനെല്ലാം നമ്മുടെ എൻജിൻ തന്നെ പെട്രോളോ ഡീസലോ ഉപയോഗിച്ച് വർക്ക് ചെയ്യുകയും അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ വാഹനം മൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി എപ്പോഴെങ്കിലും നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്നുള്ള ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു മോട്ടോർ അല്ലെങ്കിൽ ജനറേറ്റർ ഉപയോഗിച്ച് ഇതിൽ നിന്നും ഉണ്ടാകുന്ന എനർജിയെ ഇലക്ട്രിസിറ്റിയായി കൺവേർട്ട് ചെയ്ത് അതൊരു ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യുകയും നമുക്ക് എപ്പോഴെങ്കിലും അഡീഷണൽ പവർ ആവശ്യമുള്ള സമയത്ത് ഈ ബാറ്ററിയിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് മോട്ടോർ പ്രവർത്തിക്കുകയും അതുവഴി ഒരു അഡീഷണൽ പവർ ആവശ്യഘട്ടങ്ങളിൽ നമ്മുടെ വീലിലേക്ക് നൽകുകയും ചെയ്യും. ഇവയുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു നിന്നുമുള്ള വൈദ്യുതി ഉപയോഗിച്ച് നമുക്ക് ഇവയുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇനി അടുത്ത തരം ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളാണ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളുകൾ. ഇത് നേരത്തെ കണ്ട ഹൈബ്രിഡ് വെഹിക്കിളുകൾക്ക് സമാനമാണ്. ആകെയുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയിലുള്ള ബാറ്ററി നമുക്ക് പുറത്തു നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ചും ചാർജ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവയിൽ ഉപയോഗിക്കുന്ന ബാറ്ററികൾ കുറച്ചുകൂടി കപ്പാസിറ്റി കൂടിയവയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ബാറ്ററിയിൽ നിന്നുള്ള എനർജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വാഹനം ഓടിച്ചു പോകാവുന്നതാണ്. നമുക്കറിയാം, സാധാരണയായി നമ്മുടെ വണ്ടികൾ നമ്മുടെ സിറ്റി ഡ്രൈവിങ്ങിലാണ് മൈലേജ് ഏറ്റവും കുറച്ച് തരുന്നത്. അതായത് നമ്മൾ എപ്പോഴും ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ പോകേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളൊരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് വെഹിക്കിൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് സിറ്റി ട്രാഫിക്കിൽ ഇലക്ട്രിക് മോഡിലേക്ക് നമ്മുടെ വാഹനത്തെ മാറ്റി ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് ഈ വാഹനം ഓടിച്ചു പോകാവുന്നതും ഇനി അതിനുശേഷം നമ്മൾ എവിടെയെങ്കിലും ഹൈവേയിലെല്ലാം ഉള്ള സമയത്ത് നമുക്ക് നമ്മുടെ സാധാരണ എൻജിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പവർ ട്രെയിൻ യൂസ് ചെയ്ത് ഈ വാഹനത്തെ ഓടിച്ചു പോകാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം മൈലേജും ലഭിക്കുന്നതാണ്. ഇനി അടുത്ത കാറ്റഗറിയാണ് ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾസ്. അതായത് ഇവയിൽ നമ്മുടെ സാധാരണയായി കാണുന്ന എൻജിൻ ഉണ്ടാവുകയില്ല. വാഹനത്തിന് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ പവറും ലഭിക്കുന്നത് ബാറ്ററിയിൽ നിന്നാണ്. ഇത് നമ്മുടെ പുറത്തു നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് ചാർജ് ചെയ്യുകയും അതുവഴി മോട്ടോർ പ്രവർത്തിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇവ മൂവ് ആവുന്നത്. അതോടൊപ്പം തന്നെ മറ്റെല്ലാ ഇലക്ട്രിക് വെഹിക്കിളിലും ഉള്ളതുപോലെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് വഴി നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ടും ബാറ്ററി ചാർജ് ചെയ്ത് ഇവയുടെ റേഞ്ച് കുറച്ചുകൂടി ഇൻക്രീസ് ആക്കാവുന്നതാണ്. ഇവയൊക്കെയാണ് മെയിനായിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ വിവിധ തരത്തെക്കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.